ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിവാദം അധ്യാപകരുടെയും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഭാവി അനിശ്ചിതത്വത്തിൽ ആക്കിയിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നിയമപരമായ തർക്കം പരിഹരിക്കപ്പെടാത്തതിനാൽ പുതിയ അധ്യാപക നിയമനങ്ങൾ ഒന്നും നടക്കാതെ പോയിരിക്കുകയാണ്. ഇതോടെ ആയിരക്കണക്കിന് യുവാക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ ആയതുപോലെ നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളും അതിജീവനത്തിന്റെ വക്കിൽ എത്തിയിരിക്കുകയാണെന്നും എം പി പറഞ്ഞു. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിവാദം അധ്യാപകരുടെയും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഭാവി അനിശ്ചിതത്വത്തിലേക്ക് നയിച്ചിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആരോപിച്ചു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നിയമപരമായ തർക്കം പരിഹരിക്കപ്പെടാത്തതിനാൽ പുതിയ അധ്യാപക നിയമനങ്ങളൊന്നും നടക്കാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതോടെ അധ്യാപക തൊഴിൽ പ്രതീക്ഷിച്ച് വർഷങ്ങളായി പഠിച്ചും പരിശ്രമിച്ചും മുന്നോട്ട് വന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നു. നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും അതിജീവനത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. സ്ഥിരതയില്ലാത്ത നിയമനങ്ങൾ, കോടതികളിൽ കുടുങ്ങിക്കിടക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ, ഭരണപരമായ വ്യക്തതയില്ലായ്മ ഇവയെല്ലാം അധ്യാപകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തെ താറുമാറാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ അനാസ്ഥ കാരണം അധ്യാപകരുടെ സേവന സുരക്ഷ തന്നെ ഇല്ലാതായിരിക്കുകയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. എന്നാൽ ഇതിൽ മാത്രമല്ല പ്രശ്നം അവസാനിക്കുന്നത്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവയുടെ മാനേജ്മെന്റുകളും ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അധ്യാപക നിയമനങ്ങൾ തടസ്സപ്പെട്ടതിന്റെ ഫലമായി സ്കൂളിലെ അധ്യാപക ഒഴിവുകൾ നികത്താതെ പോവുകയും നിലവിൽ അധ്യാപകർക്ക് അമിതഭാരമുണ്ടാകുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരത്തിലെ ഇടിവും ഉണ്ടാകുന്നുണ്ട്. ഇതോടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും പൊതുവിദ്യാഭ്യാസത്തിന്റെ കരുത്തും തകരാറിലായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.